പുതിയ തീവണ്ടിമുറി വരുന്നു. ഇന്ന് രാത്രിയിൽ ഒരു പുത്തൻ തീവണ്ടിമുറി വരുന്നുണ്ട്. ഊണിന്റെ ഇടവേളയിൽ മിയോച്ചാനാണ് ഈ വിവരം മറ്റു കുട്ടികളെ അറിയിച്ചത്. മിയോച്ചാൻ മാസ്റ്ററുടെ മൂന്നാമത്തെ മകളാണ്. ടോട്ടോച്ചാന്റെ ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പോൾ 6 തീവണ്ടി മുറികളാണുള്ളത്. ഒരെണ്ണം കൂടി വരുന്നു. പുതിയ മുറിയെ ലൈബ്രറിക്ക് വേണ്ടിയാ, മിയോച്ചാൻ എല്ലാവരോടുമായി പ്രഖ്യാപിച്ചു. കുട്ടികൾക്ക് അതിയായ ജിജ്ഞാസ തുടങ്ങി. സ്കൂളിന്റെ ഉള്ളിലേക്ക് അതെങ്ങനെയാ കൊണ്ടുവരിക? ഒരാൾ സംശയം പ്രകടിപ്പിച്ചു. ആവോ. നിമിഷ നേരത്തേക്ക് ക്ലാസ് നിശബ്ദമായി. കുട്ടികൾക്ക് അതൊരു കീറാമുട്ടിയായിരുന്നു. ഒടുവിൽ ഒരാൾ ഒരു വഴി കണ്ടുപിടിച്ചു. ഓയിമാച്ചി ലൈനിലെ പാളത്തിലൂടെ ഓടിച്ചു വന്നിട്ട് ലെവൽ ക്രോസിൽ വെച്ചിട്ട് ഇങ്ങോട്ട് തിരിക്കും ആയിരിക്കും അല്ലേ? എന്നിട്ട് റെയിലേ ഇളക്കി മാറ്റുമായിരിക്കും അല്ലേ? ആരോ കൂട്ടിച്ചേർത്തു. ചിലപ്പോ റെയിൽവേ മുറി വേറെ ഒരു ഉന്തുവണ്ടിയിലായിരിക്കും കൊണ്ടുവരുന്നത്, മറ്റൊരു കുട്ടി അഭിപ്രായപ്പെട്ടു. അതിനോട് പലരും യോജിച്ചില്ല. വലിയ തീവണ്ടി മുറി കൊണ്ടുവരാനുള്ള ഉന്തുവണ്ടിയോ? അതെങ്ങനെയാ നടക്കുക? പിന്നെങ്ങനെയാ? കണ്ടെത്തലുകൾ ഏതാണ്ട് അവസാനിച്ചു. ഏതിനും ഒരു കാര്യം അവർ തീർച്ചയാക്കി. തീവണ്ടി ഉന്തുവണ്ടിയിലെന്നല്ല, കൂറ്റൻ ട്രക്കിൽ പോലും കൊള്ളില്ല. ടോട്ടോച്ചൻ മാത്രം ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു. പാളം വരും. ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൾ നിർത്തി പറഞ്ഞു, പാളം വരും. അതേ, ഇങ്ങ് സ്കൂളിന്റെ ഉള്ളിൽ വരെ പാളം ഇടുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എവിടുന്ന ഇട്ടു തുടങ്ങുക? ഒരാൾ ചോദിച്ചു. അതിപ്പോ എവിടുന്നാ? തീവണ്ടി ഇപ്പൊ എവിടെയാ കിടക്കണേ? അവിടെ മുതൽ. ടോട്ടോച്ചന്റെ മറുപടി പെട്ടെന്നായിരുന്നു. എങ്കിലും താൻ ഈ പറഞ്ഞതിൽ എന്തോ പിശകുണ്ട് എന്ന് അവൾക്ക് തോന്നി. തീവണ്ടി എവിടെ നിന്നാണ് വരുന്നതെന്ന് അവൾക്ക് അത്ര തിട്ടമില്ല. മാത്രമല്ല, സ്കൂളിലേക്ക് നേരിട്ട് പാളങ്ങൾ ഇടണമെങ്കിൽ വീടുകളും മറ്റും എത്ര എണ്ണം ഇടിച്ചു മാറ്റേണ്ടി വന്നാക്കും. അത് സാധ്യമല്ല. ഏതായാലും തീവണ്ടി വരട്ടെ. ഇന്ന് വീട്ടിലേക്ക് മടങ്ങണ്ട, ടോട്ടോ ആലോചിച്ചു. തീവണ്ടി മുറിയുടെ വരവൊന്ന് കണ്ടേ തീരൂ. വിവിധ സാധ്യതകളെക്കുറിച്ചുള്ള കഴമ്പില്ലാത്ത ചർച്ചകളുടെ ഒടുവിൽ കുട്ടികളെല്ലാവരും ചേർന്ന് തീരുമാനിച്ചു, രാത്രി വരെ സ്കൂളിൽ തങ്ങാൻ മാസ്റ്ററുടെ അനുവാദം വേണം. അപ്പോൾ നമുക്ക് തീവണ്ടി മുറി വരുന്നത് കാണാം. മിയോച്ചാൻ അവരുടെയൊക്കെ പ്രതിനിധിയായി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അല്പനേരത്തിനുള്ളിൽ അവൾ ചിരിച്ചുകൊണ്ട് മടങ്ങി വന്നു. പുതിയ മുറി പാതിരായ്ക്കേ വരുള്ളൂ. മറ്റു തീവണ്ടികളൊക്കെ ഓട്ടം നിർത്തി കഴിഞ്ഞിട്ട്, അവൾ അറിയിച്ചു. വരണത് കാണേണ്ടവരൊക്കെ വീട്ടിലെത്തി അനുവാദം വാങ്ങി അത്താഴവും കഴിച്ച പൈജാമയും കമ്പിളിപ്പുതപ്പൊക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് പോരൂ, അച്ഛൻ പറഞ്ഞു. മുൻപൊന്നും കുട്ടികൾ ആരും ഇത്രയേറെ അതിശയിച്ചു കണ്ടിട്ടില്ല. മാസ്റ്റർ പൈജാമ കൊണ്ടുവരാൻ പറഞ്ഞോ? കമ്പിളി? ഉച്ച കഴിഞ്ഞ് അവർക്ക് ആർക്കും തന്നെ പാഠങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. പള്ളിക്കൂടം വിട്ട ഉടനെ തന്നെ ടോട്ടോച്ചാന്റെ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ വീട്ടിലേക്ക് പാഞ്ഞു. പൈജാമ അണിഞ്ഞ് കമ്പിളി പുതച്ച് പാതിരാത്രിയിൽ വീണ്ടും കണ്ടുമുട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ട്. പുത്തൻ തീവണ്ടി വരുന്നു. അതെങ്ങനെ അവിടെ എത്തിക്കാൻ പോണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. പിന്നെ പൈജാമയും കമ്പിളിയും എനിക്കും പോണം. വീട്ടിലെത്തിയ പാടെ അവൾ ശ്വാസം മുട്ടുന്നത് പോലെ അമ്മയോട് പറഞ്ഞു. അമ്മയ്ക്ക് അവൾ പറഞ്ഞ എന്താണെന്ന് പോലും പിടികിട്ടിയില്ല. പിന്നെ നിർത്തി പറയൂ ടോട്ടോ എന്ന് പറഞ്ഞ് മുഖത്തെ ഗൗരവഭാവത്തിൽ നിന്ന് എന്തോ കനത്ത കാര്യമാണ് എന്ന സൂചന മാത്രമാണ് അമ്മയ്ക്ക് മനസ്സിലായത്. ചോദ്യങ്ങൾ കൊണ്ട് ചിക്കി ചികഞ്ഞിട്ടാണ് ഒടുക്കം അമ്മ അത് കണ്ടുപിടിച്ചത്. പുതിയ റെയിൽവേ കോച്ചിന്റെ വരവ്. കൊച്ചു ടോട്ടോ അത് കാണേണ്ടത് തന്നെയാണ് അവർ വിചാരിച്ചു. ടോട്ടോച്ചാന്റെ മുഖത്തെ ഗൗരവഭാവം കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി എത്ര വിശേഷപ്പെട്ട ഒരു കാര്യമായിട്ടാണ് അവൾ അത് കാണുന്നത് എന്ന്. ഇത്തരമൊരവസരം അവൾക്ക് മുൻപുണ്ടായിട്ടില്ലല്ലോ. റെയിൽവേ കോച്ച് കൊണ്ടുവരുന്നത് കാണാൻ വാസ്തവത്തിൽ ടോട്ടോയ്ക്ക് മാത്രമല്ല, ടോട്ടോയുടെ അമ്മയ്ക്കും അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അത്താഴം കഴിഞ്ഞ് പൈജാമയും കമ്പിളിയും ഒക്കെ എടുത്ത് അമ്മയും ടോട്ടോച്ചാനും ക്ലാസ്സിലെത്തി. 10ഓളം പേര് നേരത്തെ വന്നെത്തിക്കഴിഞ്ഞു. ചിലർ മുതിർന്ന ക്ലാസ്സിലുള്ളവരാണ്. അവരും വിവരമറിഞ്ഞു വന്നതാണ്. പിന്നെ 2-3 പേരുടെ അമ്മമാരുണ്ട്. ടോട്ടോയെയും കൊണ്ട് അമ്മ വന്നതുപോലെ തന്നെ. അന്ന് രാത്രി അവിടെ തങ്ങാൻ ആ അമ്മമാർക്കൊക്കെ വലിയ താല്പര്യമായിരുന്നു. എന്നാൽ മാസ്റ്റർ കുട്ടികളെയൊക്കെ ഏറ്റുവാങ്ങിയ ശേഷം അമ്മമാരെ തിരികെ വീട്ടിലേക്ക് അയച്ചു. കുട്ടികളും മാസ്റ്ററും അസംബ്ലി ഹാളിലെത്തി. വരുമ്പോ വിളിച്ചുണർത്താം. എന്താ, തീവണ്ടി വരാൻ താമസിക്കും, നിങ്ങൾ കിടന്നോളൂ, മാസ്റ്റർ പറഞ്ഞു. മാസ്റ്റർ കൊടുത്ത ഉറപ്പിന്മേൽ കുട്ടികളെല്ലാവരും
തങ്ങളുടെ കമ്പിളികൾക്കുള്ളിൽ ഒതുങ്ങി ഹാളിൽ നിരന്നു കിടന്നു. തീവണ്ടി മുറി എങ്ങനെയാ വരിക? ഇങ്ങനെയാകുമോ അതോ മറ്റൊരു രീതിയിലാണോ എന്നിങ്ങനെയുള്ള വിസ്മയവുമായി കുട്ടികൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. പക്ഷെ ഏറെ നേരത്തെ ഉത്കണ്ഠാകുലമായ ചിന്തകൾക്കും വാഗ്വാദങ്ങൾക്കും ഒക്കെ ശേഷം കുട്ടികളൊക്കെ നന്നേ തളർന്ന് ആലസ്യം അവരുടെ കൊച്ചു കണ്ണുകളെ കീഴടക്കി. ഉറപ്പായും വിളിക്കൂലോ എന്ന് പറയാനാവും മുൻപ് തന്നെ മിക്കവരും ഗാഠമായ ഉറക്കത്തിലേക്ക് വീണു കഴിഞ്ഞു. എത്തി എത്തി, തീവണ്ടി എത്തി! പ്രളയം വരുന്നത് പോലുള്ള ശബ്ദ കോലാഹലം കേട്ട് ഞെട്ടിയുണർന്ന ടോട്ടോച്ചാൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ പുറത്തേക്ക് കുതിച്ചു. സ്കൂൾ മൈതാനവും കടന്ന് ഗേറ്റിന് പുറത്തെത്തി. പ്രഭാതത്തിലെ മഞ്ഞു പാളികൾക്കിടയിലൂടെ ആ രാജകീയമായ വരവ് കുറേശ്ശെ കാണാം. ഭീമാകാരനായ ഒരു തീവണ്ടി മുറി. ആ കാഴ്ച ഒരു കിനാവ് പോലെ ഇരുന്നു. ചൂളം വിളികളോ താളത്തിലുള്ള ടക് 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 കട്ട് കട്ട് കട്ടക്കട്ട മുഴക്കങ്ങളോ ഒന്നുമില്ലാതെ, പാളങ്ങളില്ലാതെ വിജനമായ തെരുവിലൂടെ ഒരു തീവണ്ടി വരുന്നു. അവനൊരു കൂറ്റൻ ട്രെയിലറിലാണ് കൊണ്ടുവരുന്നത്. ഒയ്മാച്ചി റെയിൽവേ ഡിപ്പോയിൽ നിന്നുള്ള ഒരു ട്രാക്ടർ ആ ട്രെയിലറിനെ വലിച്ചുകൊണ്ട് വരുന്നുണ്ട്. ശരിക്കും ഒരു സ്വപ്നം തന്നെ. അതിലുമുപരി അവരുടെ അനവധി സംശയങ്ങൾക്കുള്ള ശരിയായ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ എത്രയോ മികച്ചതാണ് തന്നെ കണ്ടുപഠിക്കുന്നത് എന്ന് കൊബായാഷി മാസ്റ്റർ മനസ്സിലാക്കിയിരുന്നു. ഉന്തുവണ്ടിയേക്കാൾ വളരെയേറെ വലിപ്പമുള്ള ഒരു ട്രെയിലർ, അതിനെ വലിച്ചുകൊണ്ടുവരുന്നത് ട്രാക്ടർ എന്ന പേരിലുള്ള ചെറിയൊരു വാഹനം. ആ രീതി അവർക്ക് നന്നേ പിടിച്ചു. ഇതൊക്കെ അവരാദ്യമായി കാണുകയാണ്. ട്രെയിലറിന് മുകളിലേറി പുലർച്ചയുടെ വിജനതയിലൂടെ പുതിയ തീവണ്ടി മെല്ലെ മെല്ലെ നീങ്ങി സ്കൂളിലെത്തി. ആ കോച്ച് താഴെ ഇറക്കാൻ പണിക്കാരെത്തി. സ്കൂൾ മുറ്റത്ത് അതിരാവിലെ തന്നെ വല്ലാത്ത തിക്കും തിരക്കും. അക്കാലത്ത് ഇന്നത്തെ പോലെ പടുകൂറ്റൻ ക്രെയിനുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ട്രെയിലറിൽ നിന്ന് ഈ കോച്ച് താഴെ ഇറക്കി മൈതാനത്തിൽ സ്ഥാപിക്കുക എന്നത് ഒരു വലിയ ശ്രമകരമായ ജോലി തന്നെയായിരുന്നു. പണിക്കാർ മുഴുത്ത തടി ഉരുളകൾ റെയിൽവേ കോച്ചിനടിയിലായി നിരത്തി. അതിലൂടെ മെല്ലെ ഉരുണ്ട് കോച്ച് സ്കൂൾ പറമ്പിൽ ഇറങ്ങിത്തുടങ്ങി. ശ്രദ്ധിച്ചോളൂ കേട്ടോ, മാസ്റ്റർ പറഞ്ഞു. ആ കാണുന്ന തടി ഉരുളകളാണ് റോളറുകൾ. ഉരുട്ടി നീക്കാനുള്ള അവയുടെ കഴിവുകൊണ്ടാണ് ഈ തീവണ്ടി നീങ്ങുന്നത്. കുട്ടികൾ ഏകാഗ്രരായി നിന്ന് അതൊക്കെ ശ്രദ്ധിച്ചു കണ്ടു. ഹോയ് 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 പണിക്കാർ പാടിക്കൊണ്ടേയിരുന്നു. കിഴക്ക് ചക്രവാളത്തിന്റെ ചുവപ്പിൽ മുറുകുന്ന പാട്ടിനൊത്തൊന്നോണം സൂര്യന്റെ വരവായി. മറ്റ് 6 മുറികളെയും പോലെ ഒരു കാലത്ത് ഒരുപാട് യാത്രികരെയും കൊണ്ട് പാഞ്ഞു നടന്ന ഈ തീവണ്ടി മുറിയുടെ ചക്രങ്ങൾ ഇളക്കി മാറ്റിയിരുന്നു. അതിന്റെ സഞ്ചാര ജീവിതം അവസാനിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ഇതിനുള്ളിൽ കുട്ടികളുടെ പൊട്ടിച്ചിരികളും കലവിലകളും മാത്രം. തങ്ങളുടെ പൈജാമകളിൽ പുലരിവെട്ടം വീണു തിളങ്ങവേ ടോമോയിലെ ആൺകുട്ടികളും പെൺകുട്ടികളും മതിമറന്ന് ആഹ്ലാദിച്ചു. ആനന്ദാതിരേകത്താൽ അവർ തുള്ളിച്ചാടി. മാസ്റ്ററുടെ കഴുത്തിൽ പൂണ്ടടക്കം പിടിച്ചു. ആ കൈകളിൽ തൂങ്ങി പലരും ഊയലാടി. സംഘം ചേർന്നുള്ള ഈ ആക്രമണത്തിൽ വിമിട്ടപ്പെടുന്നുണ്ടായിരുന്നെങ്കിലും കൊബായാഷി മാസ്റ്റർ നിറഞ്ഞു ചിരിച്ചു. അത് കണ്ട് കൊച്ചു ടോട്ടോയും കൂട്ടുകാരും ഒന്നിച്ചു നിന്ന് ചിരിച്ചു. ആഹ്ലാദാതിരേകത്തിന്റെ ആ ദിനം അവരാരും ജീവിതത്തിൽ ഒരിക്കലും മറന്നിട്ടില്ല.